ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്ന് ഇതിപ്പോൾ ഇത്ര രാത്രി 8 മണിയായി ഗൈസ്. നമ്മൾ ജസ്റ്റ് ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ ഡിന്നർ മേടിച്ചിട്ട് നേരെ ഫ്രൂട്ട്സിൽ പോയിട്ട് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും ഷാസും ദിയയുണ്ട്, വേറെ ആരും ഇല്ലെന്ന്. ജസ്റ്റ് പോയി അവർക്ക് രണ്ടൊക്കെ ജ്യൂസ് കുടിക്കണമെന്നൊരു ആഗ്രഹം. അപ്പം ഞാൻ വെച്ച് ഞാനും കൂടെ പോവാം. എന്നിട്ട് ഇന്നത്തെ ഒരു വ്ളോഗ് ഇനി കണ്ടിന്യൂഷൻ ആയിരിക്കും ഗൈസ്. നാളത്തെ കൂടെ ചേർത്തിട്ടായിരിക്കും ഞാൻ നാളെ ഇടുന്നത്. നാളെ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു, നോക്കാം എന്തായാലും ഗൈസ്. നാളെ ദിവസം രാവിലെ പാട്രിയറ്റ് കാണാൻ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടിടാം. ഇപ്പം നമ്മൾ നേരെ ഫ്രൂട്ട്സിലോട്ട് പോകണം ഗൈസ്. അവിടെ വെച്ച് കാണാം. ബൈ. വാലറിൻ്റെ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓർഡർ നോക്കിയാണ്. അയ്യോടാ, നിന്റെ ഫാൻസിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? നിന്റെ ഫാൻസ് പറഞ്ഞ അടി ഉണ്ടാക്കലാണ്. നിന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ വ്ളോഗ് കാണൂല എന്നൊക്കെ ചിലവന്മാർ. എന്തൊക്കെയാണ് കാണേണ്ടതെന്നറിയാം. ഇവിടെ ഇരുട്ട് ഗൈസ്. നമ്മൾ ഫ്രൂട്ട്സിൽ പോകുന്നു ജ്യൂസ് കുടിക്കാൻ. ആരും ഷെയർ തരൂല ഗൈസ്. നമ്മൾ മാത്രം എല്ലായിടത്തും വരെ അതിപ്പോൾ എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ ആരും പ്രൊമോഷൻ ഒന്നും തരാനില്ല ഗൈസ്. എൻ്റെ ആദ്യത്തെ പ്രൊമോഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി. നല്ല കാശൊക്കെ ചിലവാക്കി ആരെങ്കിലും ഒന്ന് വന്ന് എനിക്ക് പ്രൊമോഷൻ തരൂ ഗൈസ്. ഐ ആം വെയിറ്റിംഗ്. ലെറ്റ്സ് സീ ഹൂ ഇസ് ദ ലക്കി വൺ. എനിക്ക് കാശിരുന്നാലും അവർ ലക്കി ആയിരിക്കുമല്ലോ. എൻ്റെ പേജിലെ ആദ്യത്തെ പ്രൊമോഷൻ ആരുടെയാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അയ്യ, ആക്ഷനെ കാണിച്ചോണ്ടിരിക്കണ. അയ്യ, അന്ധബുദ്ധി അവിടെ അപ്പുറത്ത് നിന്നുകൊണ്ട് ആക്ഷൻ കാണിക്കണ ഗൈസ്. റേസ് ടോക്കിയോ ഡ്രിഫ്റ്റ്. എന്തൊക്കെയാ ആക്ഷനെ കാണിക്കുന്നത്? അല്ലാതെ റേസ് വെച്ചിട്ടാണ് ഞാൻ ആ തൂണിയിരിക്കാൻ. ഒന്നാമതെ ഭ്രാന്തിയാണ്. അയ്യോ, നമ്മൾ വൈറ്റിലെ ജംഗ്ഷനിലാണ് ഗൈസ്. ഈ ഒരു സിഗ്നലാണ് നമ്മുടെ യാത്രയെ തടയുന്ന സിഗ്നൽ. ഇതിലേക്ക് കത്തിച്ചിട്ട് പോയായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ ഫ്രൂട്ട്സിലെത്തിയിട്ട് വരാം. ബൈറ്റ്. എന്തോ പാർക്കിംഗ് കട ചെയ്തത്? പാതി റോഡിലാണല്ലോ കിടക്കുന്നത്. എൻ്റെ കണ്ടാ കയറി കയറണ്ട. കറക്റ്റ് അവിടെ അപ്പുറം തന്നിട്ടുണ്ടായിരുന്നു റോഡിൻ്റെ. ഇതെന്തോ മറ്റേ ആൾക്കാർക്ക് ഒരു മറ്റേ പബ്ലിക് ന്യൂസൻസ്. ഇല്ല വാ വാ വാ. ഓ എൻ്റെ അമ്മോ, നമ്മൾ ഇവിടേക്ക് ഇത്രയും സ്ഥലം കിടപ്പുണ്ട്. ഒരു കാറിന് ബെൻസിന് കയറ്റായിരുന്നു ഇവിടെ. നോക്ക് ഇവിടെ കണ്ടാ. ഇനി കുഴപ്പമില്ല വാ വാ. അവിടെ ജ്യൂസ് കടയിൽ ഒരുപാട് ആൾക്കാരാണല്ലോ. ഓ ഗൈസ്, ഞാൻ പോരാ. ഇതൊന്നും പിടിച്ചുകൊണ്ട് കയറുന്ന ഒരു ഇത്തിരി പണിയാണ് ഗൈസ്. കട മൊത്തം ഇരുട്ടിലാണ്. കട ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ആരെങ്കിലും വരണമെന്ന് നോക്കട്ടെ, എന്നിട്ട് ഓർഡർ ചെയ്യാം. ഞങ്ങൾ പൊമ്മഗ്രനേറ്റ് കുടിക്കാനിരിക്കുന്നത്. നീയും പൊമ്മഗ്രനേറ്റാണോ? ഞാനും പൊമ്മഗ്രനേറ്റാണ് ഗൈസ്. യെസ്, കോൾഡ് പ്രസ് നിങ്ങൾ പൈനാപ്പിൾ മതിയോ? എന്നാൽ പൈനാപ്പിൾ. എനിക്ക് പൊമ്മഗ്രനേറ്റ് ലാസ്റ്റ് ടൈം പക്ഷേ കോൾഡ് പ്രസ് കുടിച്ചപ്പോൾ നല്ല അടിപൊളിയാണ് ഗൈസ്. നോക്കട്ടെ ആളുണ്ടോ നോക്കട്ടെ. നീ അത് കാലി കൂടെ വീണ് 10 എത്ര രൂപ? അത് നോക്ക്, 900 രൂപ. എടി, നിനക്ക് ഫുട്ബോൾ കളിക്കാൻ 900 രൂപ സാധനം കിട്ടിയുള്ള. റിച്ചായ എൻ്റെ അഹങ്കാരമാണ്. പേരൊക്കെ എടുത്തിട്ട് അമ്മാനാണ്. നമ്മുടെ പറമ്പിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ്. മറ്റേ ഫ്രൂട്ട് സ്റ്റെയിൻ ഇല്ലേ? മാംഗോ സ്റ്റെയിൻ. അവിടെ നോക്കി ചക്ക, ജാക്ക് ഫ്രൂട്ട്. ഫ്രൂട്ട്സിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം പക്ഷേ അവർ കഴിക്കാൻ പോയേക്കണം ഗൈസ്. അതുകൊണ്ടാണ് അത് തൽക്കാലം ടെമ്പററി ക്ലോസ്ഡ്. അവർ വന്നതിന് ശേഷം ഓർഡർ ചെയ്യാം. നാളെ നമ്മൾ രാവിലെ പാട്രിയറ്റ് കാണാൻ പോവാണ് ഗൈസ്. നാളെ പാട്രിയറ്റിനെ പറ്റി എന്താണ് അഭിപ്രായം? കാണട്ടെ. എന്തായാലും എന്താണ് പ്രതീക്ഷ? സിനിമ എല്ലാവരും പോയി കാണും. ഈ മലയാളികൾ എല്ലാവരും പോയി കാണും. അത് കാണും. നാളെ ഞാൻ ജെന്യുവൻ റിവ്യൂ പറയാം ഗൈസ്, എങ്ങനെ ഉണ്ടെന്നുള്ളത്. ലെറ്റ്സ് സീ. അവരെന്തായാലും ഇത്രയും നാൾ അഭിനയിച്ച പടം എന്നുള്ളൊരു സ്ഥിതിക്ക് നമുക്കത് അറിയണം, എത്ര നല്ല പടമാണോ അല്ലേ എന്നുള്ളത്. ലെറ്റ്സ് സീ. കൊള്ളാം കേട്ടോ, നല്ല ലൈറ്റിങ്. ഇവിടെയാണ് വ്ളോഗ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഓഫ്, ഫുൾ ലൈറ്റ് നോക്കിയാണ് അടിപൊളി. ഓഫ്, കിടിലൻ ലൈറ്റ്. എവറി വ്ളോഗേഴ്സ് ഡ്രീം. നിന്നെ എല്ലാവരും നല്ല ക്ലിയർ ആയിട്ട് കാണാം. അയ്യോ, ഇവൻ്റെയൊക്കെ മുഖം കിടിലൻ കേട്ടോ. അയ്യോ, ഈവൻ ലൈറ്റ് ഇതാണ്ടാ മൊത്തം. എൻ്റെ അമ്മ, ഇതുപോലെ വീട്ടിൽ സെറ്റാക്കിയാൽ അടിപൊളിയാക്കി. ഒരു ഷാഡോ ഇല്ല, കട്ടയ്ക്ക് ഫിൽ ലൈറ്റിൻ്റെ കളി. ഓക്കെ ഗൈസ്, ഞാൻ ഒരു പേരുടെ ഓർഡർ ചെയ്യാം. മാങ്ങ ദിയക്കുട്ടി. ഗൈസ്, മാങ്ങ ചക്കരക്കുട്ടി. ചെറിയ മാങ്ങ അല്ലേ? ഇത്രയും ചെറിയ മാങ്ങ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അയ്യ, പൈസ എടുത്ത് സാധനം വാങ്ങിച്ചിട്ട് കഴിക്കടി. അങ്ങനെയൊന്നുമില്ല. ഇത് കഴിവണ്ടേ? എന്താ അല്ലേ? മാൽഗോവ. ഇതെനിക്കറിയാം, മാൽഗോവ. മറ്റേതറിയാം, നീലമ്മ. ഇതെന്നാലും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ചക്കരക്കുട്ടി. ഉമ്മ കുറച്ച് വാങ്ങിച്ചോണ്ട് കൊടുത്താലോ? മാങ്ങയുടെ പേര് കണ്ടാ? അതൊന്നും കള്ളപ്പന്നിയല്ലടാ, കളപ്പടി. മാംഗോ കള്ളപ്പന്നി. ഒരുത്തൻ കള്ളപ്പന്നി, ഒരുത്തൻ കാലാപ്പനി. കളപ്പടിയാണ്, കളപ്പടി. അയ്യോ, ഓ, ഇതേതോ
സായിപ്പ് അയച്ച ബനാന ഉണ്ടാ മോറിസ് മിസ്റ്റർ മോറിസ് അയച്ച ബനാന. ഇവ ഇതിനെ മോർഫീസ് എന്ന് പറഞ്ഞോണ്ട് ഇതിന് പോർച്ചുഗലിൽ പോയ എൻ്റെ ബാധ കയറിയിട്ട് എന്നിട്ട് എനിക്ക് വേറെ ഓൾറെഡി വേനിക്കുന്നു. ഓഫ് വേറെ പഴം അതിനത് പരിഷ്കാരിയായിട്ടുള്ള പഴമാണ് ബനാന മോറിസ്. ഹാഷിം ആംല അറിയാമോ? ഹാഷിം ഇല്ല, പക്ഷെ ആംല മാത്രമേ ഉള്ളൂ. മോയ്സ്ചറിനെ ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യാനടി. ഫ്രൂട്ട്സ് ഡ്രൈ ആയിട്ട് വെക്കാൻ വേണ്ടിയാണ്. ഫ്രൂട്ട്സ് ഡ്രൈ ആയിട്ട് വെക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചത് ഗൈസ്. ഈ ഒരു തുണി ഇതിൻ്റെ അകത്ത് വെക്കുന്നത് എന്തിനുകൊണ്ടാണ് അടി? അത് തന്നെയാണ്, ഡ്രൈ ആയിട്ട് വെക്കാനായിരിക്കും ചിലപ്പം, ചീഞ്ഞു പോകാതിരിക്കാനോ. അതിപ്പോൾ അവരെ ചോദിച്ചാൽ പോരെ. എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്യും മോയ്സ്ചറൊക്കെ. ഈ പേര് എന്താ? ഇതാണ് ഹൈലൈറ്റ് ഗൈസ്. മാംഗോ ചക്കരക്കുട്ടി. ഹാവിങ് മാംഗോ ചക്കരക്കുട്ടി ഫോർ ദ ടൈം ഫസ്റ്റ് ടൈം ഒന്നും ഇട്ടല്ല. ഹാവിങ് മാംഗോ ചക്കരക്കുട്ടി ഫോർ ദ ഫസ്റ്റ് ടൈം. എനിക്ക് ഇതൊക്കെ വിടാറായില്ലേ. എൻ്റെ പേരിൽ എന്തായാലും മാങ്ങയും വരില്ല, ചക്കയും വരില്ല. ദിയ ചക്കക്കുട്ടി. മാംഗോ ചക്കരക്കുട്ടിക്ക് വരും ദിയ ചക്കക്കുട്ടി. എടി ചക്കയ്ക്കുള്ള പേര് ചക്കക്കുട്ടിയല്ല, ദിയ ചക്കക്കുട്ടി. അങ്ങനെ ഗൈസ്, ഏതെങ്കിലും ചക്കയുടെ ബ്രീഡിന് പേരിടണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. ദിയ ചക്കക്കുട്ടി. മനസ്സിലായല്ലേ? ചക്കക്കുട്ടിയാണ് പേ ചെയ്യുന്നത്. ഭയങ്കര റിച്ചാണ് കേട്ടോ. ശമ്പളമൊക്കെ വരാറയുന്നതാണ്. ലക്ഷപ്രഭുവാണ്. പോളണ്ടിൽ ആപ്പിളാണ് ഇതായിരിക്കുന്നത്. ഇത് പോളണ്ടിൽ ആപ്പിളാണോ നിനക്ക്? പോളണ്ടിൽ ആപ്പിൾ ആപ്പിൾ തന്നെയല്ലോ, അക്ഷരമൊന്നും മിണ്ടല്ലോ. സന്ദേശം എവളെ പോലെ ഒരു മന്ദൂസ്. സന്ദേശം എപ്പോഴിരുന്ന് കാണണമായിരുന്നു. ഫുഡ് കഴിക്കുമ്പോൾ കാണുന്ന പടങ്ങളിൽ ഒരെണ്ണമാണ് കൈ സന്ദേശമൊക്കെ. എനിക്കിതൊക്കെ കാണാൻ പാടമാണ്. നമ്മളപ്പോൾ 3 പൊമഗ്രനേറ്റ് കോൾഡ് പ്രസ് പറഞ്ഞേക്കാണ് ഗൈസ്. വരട്ടെ. പൊമഗ്രനേറ്റ് വന്നിരിക്കുകയാണ്. അങ്ങനെയുണ്ട്. ഓ പിന്നെ ചേർസ് അടിക്കാൻ മുട്ടിയിരിക്കും. ഓ അവിടെ സല്യൂട്ട് എന്നാണ് പറഞ്ഞത്. സാലു അല്ല, കൊള്ളാം. സല്ലു ബൈ. പോർച്ചുഗലിൽ ചിയേഴ്സിന് വരെ സല്ലു എന്നാണ് പറയുന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ പ്രൊണൗൺസിയേഷനും തെറ്റും. നമ്മളെ കമ്പനിയാണ് നമ്മളെ കൊണ്ടുപോയിട്ട് പോർച്ചുഗീസ് ഫുഡ് ഒതന്റിക് ആണെന്ന് അറിയാൻ പോയാണ്. നമുക്ക് പോയി നോക്കാം. ഞങ്ങൾക്ക് അറിയാന്നുള്ള ഏതെങ്കിലും ഒരു ഡിഷെങ്കിലും ഉണ്ടാകും നോക്കാം. എന്തായാലും അവിടെ മൊത്തം തിന്ന് മുടിച്ചിട്ട് വന്നേക്കാം. അതേത് പേസ്റ്റൽ ഡി നാറ്റ. അത് ഇവിടെ പെർഫെക്ഷൻ ആവാൻ പാടാണ് കുറച്ച്. ഖത്തറിൽ അടിപൊളി. ഓ അത് സൂപ്പറാണ്. എന്തോ തന്നെ എൻ്റെ പേര് അല്ല, ആ കടയുടെ പേര് സാൻഡാൻ. ലണ്ടനിലൊക്കെ ഉണ്ട്. അത് കിടിലാണ് ഗൈസ്. ഏറ്റവും ബെസ്റ്റ് പേസ്റ്റ് ഈസ് ദ ബെല്ലേമിലുള്ള. തുടങ്ങി. അതൊക്കെ അവിടെ ഉള്ളതാണ് ഗൈസ്. ഇവിടെ ഉള്ളത് നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടെ കിട്ടുന്ന കാര്യങ്ങളെ പറ്റി പറയാം. ഇവിടെ ഈ സാധനം കിട്ടും, റിലീസിൽ കിട്ടും. പക്ഷെ അത് പോരാ. ഞാൻ അത് അതിൻ്റെ ഓൺലൈനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് കുറച്ചുകൂടെ ക്രിസ്പി ആവേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഔട്ടർ. അത് പെർഫെക്ഷൻ ആവാതെ നമുക്ക് ആ സാൻഡാ നാറ്റയെങ്കിലും ടേസ്റ്റ് കിട്ടിയാൽ മതി. സാൻഡാ നാറ്റ കിടിലായിരുന്നു ഖത്തറിൽ നമ്മൾ കഴിച്ചത്. ഓ അതിനെക്കാട്ടി കിടിലായിരിക്കും ചിലപ്പോൾ പോർച്ചുഗലിൽ ഇവിടെ പറഞ്ഞ സാധനം. അവളിത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനൊക്കെ ഇതായിരുന്നു. കസ്റ്റേർഡ് ഉണ്ടാക്കിയിട്ട് അത് മറ്റേ പേസ്ട്രി ഫില്ലിങ്ങിൽ വെച്ച് തരും. അങ്ങനെ ഗൈസ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇവന് വാലോയും കളിക്കണം. ഇവക്ക് അവളെ വീട്ടിലും പോകണം. ഓക്കെ ഡി ബൈ ടാറ്റ. അപ്പോൾ ശരി ഗൈസ്, ബൈ ബൈ. നമ്മൾ വീട്ടിൽ പോയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, വീട്ടിലെത്തി. ഇനിയിപ്പോൾ നാളെ പാട്രിയറ്റ് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. ഇന്നത്തെ ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നു ഗൈസ്. ടയർഡായി. രാവിലെ എണീക്കുക വേണം. 9 മണിക്കുള്ള ഷോ ആണ്, ഫസ്റ്റ് ഷോ ആണ്. അപ്പം എന്തായാലും നേരത്തെ ഉറങ്ങാൻ നോക്കാം. ഐ വിൽ ട്രൈ. അപ്പോൾ എനിവേസ് ഗൈസ്, അപ്പോൾ ഇനി രാവിലെ കാണാം. ബൈ. Good morning everyone. How are you? അറിയിക്കോ കിടന്നോ?
ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ രാവിലെ 9 മണിക്കുള്ള പാട്രിയോട്ടിൻ്റെ ഷോ കാണാൻ വേണ്ടി എണീച്ചിരിക്കുകയാണ് ഗൈസ്. പാട്രിയോട്ടിൻ്റെ റിവ്യൂ ഞാൻ സെപ്പറേറ്റ് വ്ളോഗായിട്ട് ഇടും ഗൈസ്, ബിക്കോസ് വൺസ് ഇൻ എ ലൈഫ് ടൈം മൂവിയാണ്. രണ്ട് ബിഗ് ഗംസ് അഭിനയിക്കുന്ന സിനിമയാണ്. മലയാളത്തിൻ്റെ അഭിമാന താരങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒരുമിക്കുന്ന ഒരു മൂവി ആയതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് റിവ്യൂ ഇടാം ഗൈസ്. നോക്കട്ടെ, ഐ ഹോപ്പ് ഇറ്റ്സ് എ റിയലി ഗുഡ് മൂവി. നല്ല ബഡ്ജറ്റിൽ ഒടുക്കുന്ന പടമാണ് ഗൈസ്. സോ എന്തായാലും ടെക്നിക്കലിയും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ച് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് സീയിങ് ദം ഓൺ ദ സ്ക്രീൻ ടുഗദർ. നരസിംഹമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ലെവൽ ഓഫ് മാസ് ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു പടത്തിൽ. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു സൈഡ് ബൈ സൈഡ് നരസിംഹം പോലെ ആ ഒരു ബോണ്ടിങ് ഒക്കെ ഉള്ളൊരു പടമായിരിക്കണം. എന്താ പറയുക, ഒരു കണക്ഷൻ ആ ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. പുള്ളി ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളാണ് മോഹൻലാലെന്ന്. അപ്പോൾ എന്തായാലും ഗൈസ് രാവിലെ പാട്രിയോട്ടിന് പോവുകയാണ്. ലെറ്റ് സീ ഹൗ ഇറ്റ് ഈസ്. ഞാൻ വന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ ഇടും. പിന്നെ പറ്റുമെങ്കിൽ ഈ വ്ളോഗിൻ്റെ പരിപാടി സെപ്പറേറ്റ് റിവ്യൂ, ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു വ്ളോഗായിരിക്കും. എന്താ പറയുക, ബിഹൈൻഡ് ദ സീൻ. അപ്പോൾ എന്തായാലും ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു 8:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. 9 o'clock 9:15 എന്തോന്ന് ഷോ. ഷെനോയ്സിലാണ് പോകുന്നത് ഗൈസ്. അപ്പം അവിടെ എന്തൊരു പുതിയ സ്ക്രീനുണ്ട്, ലൈക്ക് പുതിയൊരു സ്ക്രീൻ അവർ അറ്റ്മോസോ എന്തോ ആക്കി. അപ്പോൾ ആ സ്ക്രീനിലാണ് പോകുന്നത്. അതെങ്ങനെ ഉണ്ടെന്ന് കൂടെ നോക്കട്ടെ. അപ്പോൾ എന്തായാലും വരാൻ ഗൈസ്. അടുത്ത് ഷെനോയ്സ് വെച്ച് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ പാട്രിയറ്റ് കാണാൻ പോവുകയാണ്. രാവിലെ തന്നെ ഉറക്കണിച്ച് ഫസ്റ്റ് ഷോ. നല്ല പടമാണെന്ന് തോന്നുന്നല്ലേ? എൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ട് എൻ്റെ ട്രെയിലറൊക്കെ കണ്ടിട്ട്. ലെറ്റ്സ് സീ ഗൈസ്. അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാലിനെ ഒരുമിച്ച് സ്ക്രീനിൽ കണ്ടിട്ട് വരാം. ഞാനും അതിനെ തന്നെ വേണം പോയത് ഗൈസ്. നമ്മൾ പിന്നെ അങ്ങനെ കീറി മുടിക്കാനും പിടിക്കാനും ഒന്നും നിൽക്കുന്നില്ല. കാണുക, അതായത് ഇങ്ങനെയൊക്കെ വളരെ റയറായിട്ട് വരുന്ന സംഭവം രജനീകാന്ത്, കമലഹാസൻ, ഓ സത്യം കേട്ടോ, ആ ഒരു നെൽസന്റെ പടത്തിന് വേണ്ടിയാണ് അടുത്ത് ഞാൻ വെയിറ്റിംഗ്. കമലഹാസനും രജനീകാന്തിൻ്റെയും പടമുണ്ടല്ലോ, അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കോമഡി ആക്ഷൻ പടമായിരിക്കും കേട്ടോ. ഇത് പക്ഷേ എനിക്ക് തോന്നുന്നത് സീരിയസ് ആണ്. ഇത് കുറച്ച് ഇത്തിരി സീരിയസ് പടമാണ് ഗൈസ്. അത് കാണുമ്പോഴേ അറിയാം. ഗൈസ് നമ്മൾ ഗോയിങ് ടു ഷെനോയ്സ്. അവിടെ വെച്ച് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഷെനോയിൽ എത്തിയിരിക്കുകയാണ്. ഷെനോയ്സിൽ നല്ല തിരക്കുണ്ട്, ഫസ്റ്റ് ഷോ അല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ക്രൂ ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ക്യാമറ എടുക്കുന്നില്ല ഗൈസ്, പടം കഴിഞ്ഞിട്ട് കാണാം. സിനിമ കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം പറയാം എങ്ങനെ ഉണ്ടായിരുന്നെന്നുള്ളത്. മിക്കവാറും സെപ്പറേറ്റ് റിവ്യൂ തന്നെ ആയിരിക്കും ഗൈസ്. ഇത്രയും വലിയ മാസ പടമല്ലേ. അപ്പോൾ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് ഒരു റിവ്യൂ തന്നെ ഇട്ടേക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് ബിഹൈൻഡ് ദ സീൻ പോലെ ഈ വ്ളോഗിൽ തന്നെ വരും ഗൈസ്. അപ്പം ശരി, കാണാം ഗൈസ്, ബൈ. അങ്ങനെ ഗൈസ് സിനിമയൊക്കെ കണ്ടിട്ട് വന്നിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു റിവ്യൂ ഓൾറെഡി ഷൂട്ട് ചെയ്തായിരുന്നു പാട്രിയോട്ടിൻ്റെ. എങ്ങനെയുണ്ട് പടം എന്നുള്ളത് അത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത്. ആൻഡ് ഉച്ചയ്ക്ക് വന്ന് നമ്മൾ ആൻസ് ബേക്കറിയിൽ നിന്നൊരു ടൂണ സാൻഡ്വിച്ച് വാങ്ങിച്ച് കഴിച്ച്, പിന്നെ ബട്ടർ ബൻ. ഇത് അവിടെ പോയി കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കാതെ വരാൻ പറ്റത്തില്ല ഗൈസ്. സോ ടേസ്റ്റി ആൻഡ് യമ്മി. ഓ എവിടെ അകത്തുള്ള ക്രീമുണ്ടല്ലോ. ഓ ഇതന്നെ ഡെസേർട്ടായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഒരു ഫിഷ് സാൻഡ്വിച്ച് മാത്രമേ കഴിച്ചുള്ളൂ. അത് കോൾഡ് സാൻഡ്വിച്ചാണ് അവരുടെ അവിടെ കിട്ടുന്നത്. അത്യാവശ്യം ചിലർക്കൊക്കെ അത് ഇഷ്ടപ്പെടും. അതിൽ ആകെ ട്യൂണയുടെ ഒരു ചെറിയൊരു മൈൽഡ്ലി സ്പൈസ്ഡ് മിക്സും ലൈറ്റ് മയോയും പിന്നെന്തുവാ തണുത്ത ബ്രെഡും. ഇതാണ് കോൾഡ് സാൻഡ്വിച്ച്. ചിലർക്കത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, പക്ഷെ എനിക്കത് ഇഷ്ടമാണ് കഴിച്ചു. അത് ഒരെണ്ണം കഴിച്ച് ഞാൻ ചോറ് കഴിച്ചില്ല, എനിക്ക് അത്ര ഹെവി ആയിട്ട് കഴിക്കാൻ തോന്നിയില്ല. ബിക്കോസ് ഞാൻ തിയേറ്ററിൽ നിന്നൊരു കോൾഡ് എന്തോന്നും കാപ്പി ഷേക്ക് എന്നൊരു സാധനം കുടിച്ചായിരുന്നു. അയ്യോ ഭയങ്കര ഹെവി ആയിരുന്നു ആ സാധനം. ആൻഡ് ഗൈസ് ഇന്ന് മുതൽ ഒരു ചേഞ്ച് ഉണ്ട്. വൈകുന്നേരം ഞാൻ എൻ്റെ ഒരു പഴയ ജിമ്മിലൊരു ട്രെയിനർ ഉണ്ടായിരുന്നു, അവനാണ് എന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വർക്കൗട്ട് ട്രെയിനിങ് തുടങ്ങി. റിസ്വാൻ എന്നാണ് പേര്. അപ്പം ഞാൻ വിചാരിച്ചു അവനെ കൊണ്ട് ട്രെയിനിങ് ലൈറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് എന്തായാലും മടി പിടിച്ചിരിക്കുന്നത്. ബിക്കോസ് ഞാൻ വർക്കൗട്ട് ചെയ്യാത്തതിൻ്റെ മടിയുണ്ട്. അപ്പോൾ അത് അവനെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ പതുക്കെ അങ്ങ് മാറും. ആ സ്റ്റാർട്ട് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ജിമ്മിൽ പോലെ ഗൈസ്. ആദ്യമേ ജിമ്മിൽ പോയിട്ട് ഓൾറെഡി എൻ്റെ ഈ കഴുത്തിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ജിമ്മ് കാണുമ്പോൾ എനിക്ക് ഭ്രാന്ത് വരും. ഞാൻ വെയിറ്റ് ഒക്കെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. അപ്പോൾ അത് എൻ്റെ കേസിൽ ഇനി അത് നടക്കില്ല. ഞാൻ കുറച്ച് ഇത്തിരി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. സോ സ്ലോ ആൻഡ് സ്റ്റഡി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കും. ആ ഒരു അതല്ല ഇനി ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്നത് ഇത് ലാസ്റ്റ് ബട്ടർ ബന്നാണ് ഗൈസ്. ഞാൻ ഇനി ബട്ടർ ബന്നൊന്നും കഴിക്കില്ല. കുറച്ച് ഞാൻ ഹെൽത്തി ആവാൻ തീരുമാനിച്ചു. അതെപ്പോഴും പറയുന്ന പോലെയല്ല. ബിക്കോസ് ഇനിയിപ്പോൾ എനിക്ക് ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം, കുറേ ചെക്കപ്പൊക്കെ നടത്തണം, എല്ലാം ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി. ബിക്കോസ് എസ്പെഷ്യലി എനിക്ക് അസിഡിറ്റി ഇഷ്യൂസ് നല്ലപോലെ ഉണ്ട്. രാത്രി ബേസിക്കലി ഞാൻ പറയുക ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആണ്. സമയത്തിനുള്ള ഫുഡ് അടിയില്ല, പിന്നെ മൊത്തം പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് ഫിക്സ് ചെയ്തെടുക്കണം, കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആവണം എന്നുള്ളൊരു പ്ലാനിലാണ് ഗൈസ്. സോ ലെറ്റ് സി. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം അവൻ വരും. എൻ്റെ മോസ്റ്റ്ലി ഇന്ന് ഫസ്റ്റ് വർക്കൗട്ട് സെഷൻ 4 മണിക്ക് എന്തോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എൻ്റെ പുതിയ ട്രെയിനർ. അപ്പോൾ അവനെ ഞാൻ അതിൽ കാണിക്കുന്നതായിരിക്കും.
ലെറ്റ്സ് സി. അവൻ മറ്റേ ഫുട്ബോളിൻ്റെ എന്തോ സാധനമാണ് അവൻ. ട്രെയിനിങ് ഫുട്ബോളറാണ് അവൻ. പക്ഷേ അങ്ങനെ എന്തൊക്കെയാണ് അവനെ കൊണ്ട് തന്നെ ഇൻട്രൊഡ്യൂസ് മറന്നുപോയി. ലെറ്റ്സ് സി ഗൈസ്. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾ എൻ്റെ പാട്രിയറ്റിൻ്റെ റിവ്യൂവും കാണുക ഗൈസ്. അതിലറിയാം എന്താണ് പാട്രിയറ്റിൻ്റെ വിശേഷങ്ങൾ എന്നുള്ളത്. അപ്പം ഞാൻ ഈ ബട്ടർ ബന്നും കൂടെ തിന്നിട്ട് ഹെൽത്തി ലൈഫിലോട്ട് കയറട്ടെ. ഓക്കെ ഗൈസ്, കാണാം, ബൈ. അങ്ങനെ ഗൈസ്, ഇതാണ് എൻ്റെ ട്രെയിനർ. ഇന്നു മുതൽ അവൻ്റെ കയ്യിലാണ് എൻ്റെ ജീവിതം. റിസ്വാനെ പറയടാ, നിൻ്റെ ട്രെയിനിങ്ങിൻ്റെ മുറകളൊക്കെ പറയും. ഫുട്ബോൾ ഞാൻ നേരത്തെ പറയാം, ഞാൻ പിന്നെ വെച്ച് നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ഞാൻ ബേസിക്കലി ഫുട്ബോളും ട്രെയിൻ ചെയ്യുന്നുണ്ട്, പ്ലസ് ഫിറ്റ്നസ് ഫീൽഡിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഓ നൈസ്. നമ്മൾ കറക്റ്റ് അത്ലീറ്റിനെയാണ് എടുത്തേക്കുന്നത്. ബോസിനൊന്ന് റെഡിയാക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ വന്നേക്കണം. യെസ്, എൻ്റെ പഴയ ട്രെയിനറാണ് അവൻ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് വെച്ച് മടി വന്നപ്പോൾ ഞാൻ ജിം വിട്ട് ഓടി. ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം എൻ്റെ ഈ ഫ്ലാറ്റിലെ ജിമ്മിൽ തന്നെയാണ് ഗൈസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് അവിടെ പെയിൻറ്റിങ് നടക്കുന്നതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ ഓഫ് വർക്കൗട്ട് തുടക്കം തന്നെ മുടങ്ങി. ഇപ്പോൾ കുഴപ്പമില്ലടാ, നീ നാളെ വരൂലേ? ഇന്ന് 5:30 എനിക്ക് തോന്നുന്നു ഓപ്പൺ ആവും. പക്ഷേ ഞാൻ പിന്നെ ഇതിപ്പോൾ നേരത്തെ വന്നു. അപ്പം നാളെ മുതൽ നമ്മൾ വർക്കൗട്ട് തുടങ്ങിയാണ് ഗൈസ്. ഇന്ന് ജസ്റ്റ് പോയി ജിമ്മ് കാണാമെന്നുള്ള രീതിയിൽ ഞാൻ പോയി ജിമ്മിൽ നോക്കട്ടെ. ഞാൻ തന്നെ പോയിട്ട് കുറേ നാളായി. അപ്പോൾ എന്തായാലും പോയി ജിമ്മൊന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. അങ്ങനെ ഗൈസ്, ഇതാണ് എൻ്റെ ജിമ്മ്. ഇവിടെ പെയിൻ്റ് അടി നടക്കുകയാണ്, അതുകൊണ്ട് ഇന്ന് വർക്ക് നടക്കൂല. അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ വരുന്നതായിരിക്കും. ഈ ഒരു സാധനമൊക്കെ പണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വർക്കൗട്ട് ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ എല്ലാ ജിമ്മിലും ഉണ്ട്, എല്ലാ ഫ്ലാറ്റിലും ഉണ്ടെന്നോ അല്ലേ ഈ ഒരു മെഷീൻ? ഒക്കെ കണക്കാണ്. തൽക്കാലത്തേക്കുള്ള ആവശ്യത്തിന് ഇതൊക്കെ മതി ഗൈസ്. ബാക്കി നമ്മൾ ഡംബിൾസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചൊന്ന് സെറ്റ് ആയതിന് ശേഷം നമുക്ക് വേറെ ജിമ്മ് നോക്കാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇവരിത് പെയിൻറ്റ് എനിക്ക് തോന്നുന്നു ഇന്നും നാളെയൊക്കെ അടിച്ച് തീരുമായിരിക്കും. നോക്കാം. എന്നാലും ഒന്ന് പറ്റുമെങ്കിൽ 5:30 ഒന്ന് ലൈറ്റായിട്ടൊന്ന് നടക്കാം. വാമപ്പ് ചെയ്ത് നോക്കാം അല്ലേ? അത് കഴിഞ്ഞിട്ട് നാളെ മുതൽ ഓക്കെ. അപ്പോൾ ഇന്ന് ലൈറ്റ് കാർഡിയോണ് ഗൈസ്. കുറച്ച് 5:30 ആകുമ്പോൾ ഒന്ന് നോക്കാം അപ്പോഴേക്കും ഓപ്പൺ ആവുമല്ലേ എന്നുള്ളത്. ലെറ്റ്സ് സി. അപ്പോൾ ഗൈസ്, ജസ്റ്റ് പാറ്റേണിൻ്റെ റിവ്യൂ ഒന്ന് പോസ്റ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സോ സീ യു ഇൻ ടുമോറോസ് വ്ലോഗ് ഗൈസ്. ടേക്ക് കെയർ, ബൈ.